മമ്മൂട്ടിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ എടുത്ത 10 മൂവീസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 10ാമത് റോഷാക്ക് എന്ന മൂവിയാണ്. ഏകദേശം ഈ പടം സൂപ്പർ ഹിറ്റാണ്. 39 കോടിയാണ് കളക്ഷൻ വരുന്നത്. 9ാമത് നിൽക്കുന്നത് മാമാങ്കം എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഈ പടത്തിൻ്റെ കളക്ഷൻ വരുന്നത് ഏകദേശം 42 കോടി രൂപയാണ്. പടം ഫ്ലോപ്പാണ്. 8ാമത് നിൽക്കുന്നത് എബ്രഹാമിൻ്റെ സന്തതികളാണ്. കളക്ഷൻ വരുന്നത് ഏകദേശം 46 കോടി രൂപയാണ്. 7ാമത് മധുരരാജ എന്ന് പറയുന്ന ഒരു മൂവിയാണ്. കളക്ഷൻ വരുന്നത് ഏകദേശം 46 കോടി രൂപ തന്നെയാണ്. ഈ പടം തിയേറ്ററുകളിൽ നിന്ന് 46 കോടിയും ബിസിനസ്സിൽ നിന്ന് കുറേ നേടിയ പടം കൂടിയാണ്. 6ാമത് ഗ്രേറ്റ് ഫാദർ എന്ന മൂവിയാണ്. കളക്ഷൻ വരുന്നത് 59 കോടി രൂപയാണ്. പടം ബ്ലോക്ക് ബസ്റ്ററാണ്. 5ാമത് വരുന്നത് ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. പടം ബ്ലോക്ക് ബസ്റ്ററാണ്. കളക്ഷൻ വരുന്നത് ഏകദേശം 70 കോടി രൂപയാണ്. 4ാമത് വരുന്നത് ടെർബോ എന്ന് പറയുന്ന ഒരു മൂവിയാണ്. മൂവി ബ്ലോക്ക് ബസ്റ്ററാണ്. കളക്ഷൻ വരുന്നത് ഏകദേശം 76 കോടി രൂപയാണ്. 3ാമത് വരുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു മൂവിയാണ്. മൂവി ബ്ലോക്ക് ബസ്റ്ററാണ്. ഏകദേശം കളക്ഷൻ വരുന്നത് 80 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വരുന്നത്. 2ാമത് വരുന്നത് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. മൂവിയുടെ കളക്ഷൻ വരുന്നത് ഏകദേശം 85 കോടി രൂപയ്ക്ക് മേലെയാണ്. ബിസിനസ് മാത്രം പടത്തിന് കുറേ കിട്ടിയിട്ടുണ്ട്. വേറെ 1ാമത് നിൽക്കുന്നത് ഭീഷ്മ എന്ന് പറയുന്ന ഒരു മൂവിയാണ്. പടത്തിന് ഏകദേശം 100 കോടിക്ക് അടുത്ത് പോലും കളക്ഷനുണ്ട്. പടം 100 കോടി ടച്ച് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പടത്തിന് 100 കോടിക്ക് അടുത്ത് പോലും കളക്ഷനുണ്ട്. ഇതുപോലത്തെ വീഡിയോ ഇട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.